പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരങ്ങൾ ഒക്കെ ഞാൻ തന്നു കഴിഞ്ഞു. അതിൽ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്യാനുള്ള ഒരു വർക്കുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു കഥ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കഥ സ്വന്തം വാക്യത്തിൽ 5ൽ നിന്ന് 6ലേക്ക് കയറിയ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷ അതെന്താണെന്ന് എനിക്കറിയാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെന്നെങ്കിലും നോക്കി എഴുതുകയോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞു തരികയോ ഒക്കെ ചെയ്താൽ എനിക്ക് കാണാം. എനിക്ക് കണ്ടാൽ നല്ല ഒന്നാമതായിട്ട് മനസ്സിലാവും. കാരണം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വർഷം അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. 5ൽ നിന്ന് 6ലേക്ക് കയറുന്ന കുട്ടികൾ എങ്ങനെയാണ് എഴുതുക എന്ന് എനിക്കറിയാം. 6ാം ക്ലാസ്സുകാരെ ഒത്തിരി വർഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ടീച്ചറാണ്. അപ്പോൾ അച്ഛനോ അമ്മയോ ഞാൻ ആ ഭാഷ കാണുമ്പോൾ എനിക്കറിയാം. അതിന് ഞാൻ മാർക്കിടുകയില്ല. എനിക്ക് കുട്ടികളുടെ ഭാഷ കണ്ടാൽ മതി. നിങ്ങളെ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ശരിയായ രീതിയിൽ കേൾക്കാനുമാണ് ഞാൻ ഭാഷ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തനിയെ എഴുതേണ്ടതാണ് കുട്ടികളെ. അങ്ങനെ മിസ് ഒരു 5 കഥയോളം പറഞ്ഞു എന്നാണ് മിസ്സിൻ്റെ ഓർമ്മ. അത് നിങ്ങളുടെ വാക്യത്തിൽ 6 കഥയോളം അല്ലേ? നിങ്ങളുടെ വാക്യത്തിൽ എഴുതിയാച്ചാൽ മതി. വളരെ കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ. ആ ഭാഷ അത്ര മനോഹരമൊന്നും ആയിരിക്കുകയില്ല. കാരണം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന പോലെയാക്കി എഴുതി വയ്ക്കുക. കാരണം അത്ര വലിയ ഭാഷ ഞാൻ ആവാറായിട്ടില്ലല്ലോ. 6 വർഷമല്ലേ 5 വർഷമല്ലേ ആയുള്ളൂ ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ വാക്യത്തിൽ മാത്രം എനിക്ക് കണ്ടാൽ മതി. അയ്യോ ഇത് തെറ്റല്ലേ, തെറ്റ് അങ്ങനെ നിങ്ങൾ വിചാരിക്കേ വേണ്ട. എല്ലാവരുടെ ആക്ടിവിറ്റി ബുക്കിൽ അത് ചെയ്തിട്ടുണ്ടാവണം. ഞാനതിന് മാർക്കിടും. ആ മാർക്ക് പ്രോഗ്രസ് ബോർഡിലുണ്ട്. കാരണം അത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കാണ്. CBSEക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയും ഇഷ്ടംപോലെ കഥകളുണ്ട്. പറഞ്ഞോളൂ. ഒറ്റയാള് ആരാതാ? ഒട്ടിച്ചാൽ മതിയല്ലോ. വരയ്ക്കാൻ അറിയാത്തവർ വരയ്ക്കേ വേണ്ട. ടേൺ ഓഫ് യുവർ. എന്താ കഥ എഴുതിയ ചൊട്ടിക്ക് ആരവൻ ആക്ടിവിറ്റി ബുക്കിലെ കഥ എഴുതാൻ മോനെ വര ആദ്യം എന്നുവെച്ചാൽ വരയ്ക്കാൻ അറിയാമെങ്കിൽ വരയ്ക്കുക ഒരു ചിത്രം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചോദ്യം കൃഷ്ണനെ കുറിച്ചുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് വേണം അത് എഴുതാൻ. ഓക്കെ, ഇത് ആരാ? ഇത് അഭിനവ് അനുവാണോ? ഇത് ഈ ആൾക്കാരൊക്കെ എങ്ങോട്ട് കയറുന്നു? പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്ന അതിനാ. ഇനി വൈകിയാൽ ഞാൻ ക്ലാസ് കയറില്ല കേട്ടോ. ലാസ്റ്റ് വാണിംഗ് ആണ്. പല ദിവസം ഞാൻ പറഞ്ഞു ഇത് അവസാനത്തെയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി വന്നിരിക്കും. ഇനിയുമുണ്ട് കഥകൾ, കൃഷ്ണനെ കുറിച്ചുള്ള കഥകൾ. അതിൽ കൃഷ്ണന് പല പേരുകളാണ്. മുകുന്ദൻ, അച്യുതൻ, കേശവൻ. കേശവൻ എന്ന് കൃഷ്ണന് പേര് വരാൻ കാരണമുണ്ട്. കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ടാണ് കേശവൻ എന്ന പേര് വന്നത്. കേശി ഒരു കുതിരയാണ്, നീണ്ട തലമുടി. കേശി നീണ്ട തലമുടിയുള്ള ഒരു കുതിരയായിരുന്നു. അതിനെയും കംസൻ അയച്ചു തന്നെയാണ്. കൃഷ്ണനെ കൊല്ലാനായിട്ട് വന്നു. വൃന്ദാവനത്തിൽ വന്ന് വളരെയേറെ പ്രശ്നങ്ങളുണ്ടാക്കി, ആളുകളെയൊക്കെ ഭയപ്പെടുത്തി. അവനെ കൃഷ്ണൻ ദ്വന്ദ്വ യുദ്ധത്തിന് എന്ന് വെച്ചാൽ 2 പേർ തമ്മിലുള്ള യുദ്ധത്തിനാണ് ദ്വന്ദ്വ യുദ്ധം എന്ന് പറയുന്നത്. ദ്വന്ദ്വ യുദ്ധത്തിന് വിളിക്കുകയും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൃഷ്ണൻ വിളിക്കുകയും കേശിയുടെ വായ തുറന്ന് ആ പല്ലെല്ലാം പിഴുതെടുത്ത് കളഞ്ഞ് എന്നിട്ട് കൈമുട്ടുകൊണ്ട് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊന്നു. അങ്ങനെ കേശി ചത്തു. അങ്ങനെ കേശിയെ കൊന്നതുകൊണ്ടാണ് കേശവൻ എന്ന പേര് കൃഷ്ണന് വന്നത്. ഇതല്ലാതെ ഇന്ദ്രകോപം ഉണ്ടായപ്പോൾ ഇന്ദ്രൻ്റെ വല്ലാതെ മഴ പെയ്ച്ചു. ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവൻ മഴയുടെയും ഇടിയുടെയും ദേവനാണ്.
ഭാരതീയ പുരാണത്തിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. ദേവന്മാരുടെ നാഥൻ, ദേവന്മാരുടെ രാജാവാണ് ദേവേന്ദ്രൻ. ഗ്രീക്ക് പുരാണത്തിലൊക്കെ സിയൂസ് എന്ന് പറഞ്ഞിട്ടൊരു ദേവനുണ്ട്. അതാണ്ട് ഏറെ സാമ്യമുണ്ട് ഈ രണ്ട് ദേവന്മാർക്കും തമ്മിൽ. അത്യാവശ്യം ഇന്ദ്രൻ കുഴപ്പങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം മഴയുടെയും ഇടിയുടെയും ദേവനാന്ന് പറഞ്ഞല്ലോ. ഇന്ദ്രന്റെ കോപം അമ്പാടിയിലുള്ള ആളുകൾക്ക് ഏൽക്കാതിരിക്കാനായി ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം എന്ന പർവ്വതം കുടയായി ഉയർത്തിപ്പിടിച്ച്, ചെറുവരലിലാണ് ഉയർത്തിപ്പിടിച്ച് ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും, ഗോപന്മാരും ഗോപസ്ത്രീകളും മാത്രമല്ല, അമ്പാടിയിലെ സർവ്വ ജീവജാലങ്ങളെയും ആ ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഗോവർദ്ധനം എന്ന പർവ്വതത്തിന്റെ താഴെ നിർത്തി ഇന്ദ്രകോപത്തിൽ നിന്ന്, മഴയിൽ നിന്ന്, പേമാരിയിൽ നിന്ന് രക്ഷിച്ചു എന്നൊരു കഥ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഗോവർദ്ധന ഗിരീശം നമാമി എന്ന് പറഞ്ഞിട്ട് ഒരു കീർത്തനം തന്നെയുള്ളത്. സംഗീതം പഠിക്കുന്നവർക്ക് അറിയാതെ. മലയാളത്തിലൊരു സിനിമാ പാട്ടുമുണ്ട്, ഗോവർദ്ധനഗിരി കയ്യിൽ ഉയർത്തിയ ഗോപകുമാരൻ വരുമോ തോഴി എന്ന് പറഞ്ഞു തുടങ്ങുന്ന മനോഹരമായി പഠിച്ച് ഗോവർദ്ധനത്തെ ഗോവർദ്ധന ഗിരീശൻ എന്ന് വിളിക്കും. ഗോവർദ്ധനം എന്ന പർവ്വതത്തെ എടുത്തുയർത്തിയത് കൊണ്ടാണ് അങ്ങനെ കൃഷ്ണൻ അറിയപ്പെടുന്നത്. ഇതൊക്കെ കഥകളാണ്. വളരെ ചുരുക്കിയാണ് ഈ രണ്ട് കഥയും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തന്നെ കുട്ടികൾക്ക് എഴുതാൻ പാകത്തിലുള്ള 6 കഥ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയിൽ നിന്ന് വേണം എഴുതാൻ. അതുകൊണ്ടാണ് യൂട്യൂബിൽ ആ ക്ലാസ് എടുത്തിടാത്തത്. കാരണം ക്ലാസ് ശ്രദ്ധിക്കണമല്ലോ. ടീച്ചറിന്റെ ക്ലാസ് യൂട്യൂബിൽ വരുമല്ലോ, എപ്പോഴും കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോഴാണ് അറിയണേ. പിന്നെ സംശയിക്കണേ? അത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കണതാ. ഏതെങ്കിലും കാരണവശാൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാകില്ലേ, ഏതെങ്കിലും കാരണവശാൽ കുട്ടികൾക്ക് ഏതെങ്കിലും ക്ലാസ് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വെബ്സൈറ്റും എല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ ടീച്ചർ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു കാൽഭാഗമെങ്കിലും നിങ്ങളും കാണിക്കണം. അങ്ങനെ ഒരു ചിത്രം എന്ന പാഠം അവസാനിച്ചിരിക്കുന്നു. കഥ എഴുതാത്തൊരു കഥ എഴുതിക്കോളാം. സ്വന്തം വാക്യം. അതിൽ അച്ഛനോ അമ്മയോ കയറിയാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു വർണ്ണനയാണ് നമ്മൾ പഠിച്ചത്. ഇനി വർണ്ണനയല്ല ഇനി പഠിക്കാൻ പോകണം. ഇനി പഠിക്കാൻ പോകുന്നത് യഥാർത്ഥ ജീവിതം. പരുക്കൻ ജീവിതയാഥ. പരുക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ഭൂമിയിൽ എവിടെയും ദുരിതപൂർണമാണ്. കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. പാവപ്പെട്ട മനുഷ്യർ, കയ്യിൽ പണമില്ലാത്ത മനുഷ്യർ, തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, അവർ നേരിടുന്ന പ്രശ്നം ആദ്യ പ്രശ്നം വിശപ്പ് തന്നെയാണ്. കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ ആഹാരത്തിന് വല്ലതും. ആദ്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതൊക്കെ പ്രൈമറി നീഡ്സ്, സെക്കൻഡറി നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ EVS പഠിച്ചിട്ടുണ്ടാവും. കുട്ടികളെ മലയാള നോവൽ ചെറുകഥാ രംഗത്ത് പ്രശസ്തരായ ഒട്ടേറെ എഴുത്തുകാരുണ്ട്. അതിൽ മലയാള നോവലിൻ്റെയും ചെറുകഥയുടെയും സ്വർണ്ണ കാലഘട്ടം, ഗോൾഡൻ ഏജ് എന്ന് വിളിക്കാവുന്ന ഒരു കാലത്ത് കഥയും നോവലും എഴുതിയ 3 എഴുത്തുകാർ നമുക്കുണ്ട്. കുട്ടികൾ ചാർട്ടിലൊക്കെ ഒടിച്ചു വെച്ചിട്ടുണ്ട്. തകഴി ദേവ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുട്ടികൾക്ക് പരിചയമുണ്ട്. പാത്തുമ്മായുടെ ആട്, അവിടെ നിക്കർ തിന്നുകൊണ്ട് പോയ ആടിനെ ഓർമ്മയുണ്ടാവും. 5ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നിക്കറിനകത്ത് അപ്പം ഇട്ടുകൊണ്ട് ചെന്ന് അപ്പോൾ നിക്കറും കൂടെ ആട് തിന്ന്. അപ്പൊ കുറ്റം ആടിന്റെ മേലല്ല, അത് അബിയുടെ കുഴപ്പമാണ് എന്ന് ബഷീർ കണ്ടെത്തുന്നു. ഈ പാഠഭാഗം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ആളാണ് പി കേശവദേവ്. ഫാക്ടറി തൊഴിലാളികളുടെ, സാധാരണക്കാരായ ജോലിക്കാരുടെ, പണിക്കാരുടെ, കൂലിപ്പണിക്കാരുടെ കഥ പറഞ്ഞ, അവരുടെ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞ, അവരനുഭവിക്കുന്ന വെച്ചാൽ സമൂഹത്തിലെ ഏതാണ്ട് 90% ആൾക്കാരും പാവങ്ങളാണ്, ദരിദ്രരാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. അവരുടെ കഥ പറഞ്ഞ എഴുത്തുകാരനാണ് പി കേശവദേവ്. പ്രത്യേകിച്ച് ഫാക്ടറിയിൽ പണിയെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലെ, കുറേ പുറകിലേക്ക് പോകണം, പഴയ കേരളം, ഫാക്ടറിയിൽ പണിയെടുത്തിരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥ പറഞ്ഞ എഴുത്തുകാരനാണ്
പി കേശവദേവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഓടയിൽ നിന്ന്, ഓട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡ്രെയിനേജാണ്. ഓടയിൽ നിന്ന് എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പുസ്തകം തുറക്കുക. ആരാണ് ഇറങ്ങിപ്പോയേക്കെന്ന് പുസ്തകം പോയേക്കുമായിരിക്കും. പുസ്തകം തുറക്കുക, പേജ് നമ്പർ 12. എല്ലാവർക്കും പുസ്തകം കിട്ടിയെന്ന് കരുതുന്നു. ഓടയിൽ നിന്ന് പാഠം മിസ് വായിക്കും. പാഠഭാഗം കുട്ടികൾ അതിൻ്റെ അടിയിൽ വിരൽ വയ്ക്കണം, ഇല്ലെങ്കിൽ വായിക്കാൻ കിട്ടുകയില്ല. ഇത് നോവൽ എന്ന് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു മിസ്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വലിയ പുസ്തകമാണ്. നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയത് എന്നാണ്. അതായത് പുതുമയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. അതുകൊണ്ടാണ് നോവൽ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സംഭവ പരമ്പരകളും അതിനകത്തുണ്ടാകും. ചെറുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാശയമായിരിക്കും. അങ്ങനെ ഒരാശയമല്ല, പല ജീവിതങ്ങൾ, പല സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ബാല്യം മുതൽ അങ്ങ് മരണം വരെയുള്ള അയാളുടെ ജീവിതാനുഭവങ്ങൾ, ഇതൊക്കെ ആവിഷ്കരിക്കുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് നോവൽ എന്ന് പറയുന്നത്. ഓടയിൽ നിന്ന് ഒരു നോവലാണ്. പപ്പു എന്ന റിക്ഷാവണ്ടിക്കാരനെ കുറിച്ചുള്ളതാണ് ഈ കഥ. ഇത് സിനിമയായിട്ടുണ്ട്. അനശ്വരനായ സത്യൻ എന്ന നടൻ, പഴയകാല നടനാണ്, കുട്ടികൾക്ക് അറിയാൻ വഴിയില്ല. നടന്റെ പേരാ ഓടയിൽ നിന്ന്. കുട്ടികൾക്ക് യൂട്യൂബ് നോക്കിയാൽ കിട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, വലിയ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. സിനിമയുടെ പേര് തന്നെ, ഈ നോവലിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്കും, ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ മഹാനായ സത്യനാണ് പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പാഠഭാഗം ഞാൻ വീഡിയോ കാണിക്കേണ്ടതാണ്. അപ്പോൾ പണ്ട് ഒരു ക്ലാസ്സിൽ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞ പാഠം പഠിപ്പിക്കുമ്പോൾ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നടക്കാത്ത, പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ കാണേണ്ട ആൾക്കാർ യൂട്യൂബിൽ കയറി കണ്ടോളൂ. ഓടയിൽ നിന്ന് അടിച്ചാൽ കിട്ടും. അല്ല, ഞാൻ പാഠഭാഗം സിനിമയാണ്, ഞാൻ സിനിമ ഭാഗം ഞാൻ കാണിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റാ, നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. വലിയ അടിയിടിയുള്ള പടമൊന്നും അല്ലാതെ എന്ന് തന്നെയല്ല. വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആരാണ് ഒരാള് ഓടയിൽ നിന്ന് ചാറ്റ് ബോക്സിൽ അടിക്കാം. ഓടയിൽ നിന്ന് പാഠത്തിന്റെ പേര് നമുക്ക് പഠിക്കാനുള്ള പാഠം ഓടയിൽ നിന്ന്. ഇപ്പൊ എഴുന്നേറ്റ് സിനിമ കാണാൻ പോവല്ലേ, ഞാൻ ക്ലാസ് എടുക്കുക. പാഠത്തിലേക്ക് നോക്കിക്കോളും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്, ഇടി അടി ഒന്നുമില്ല. നോക്കിയ കുട്ടികള്, പാഠപുസ്തകത്തിനകത്ത് വിരൽ വെക്കുക. പേജ് നമ്പർ 12. മ്യൂട്ട് യുവർ മൈക്ക്. ഓടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനേജ് ആണെന്ന് മിസ് പറഞ്ഞല്ലോ. ഓടയിൽ കിടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. വീടില്ലാത്തവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ആഹാരത്തിന് വകയില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, അവരാണ് സാധാരണക്കാരായ ജനം. അതുകൊണ്ടാണ് ജീവിതം അതേപടി ആവിഷ്കരിച്ചേക്കുക. അല്ലാണ്ട് ഇതിനകത്ത് പറഞ്ഞ ആദ്യത്തെ പാഠം പഠിച്ച പോലത്തെ വർണ്ണനയൊന്നുമല്ല. ജീവിതം അതേപടി, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അതേപടി വർണ്ണിച്ചിരിക്കുന്ന, വർണ്ണിക്കല്ല, എന്ത് വർണ്ണനയൊന്നുമില്ല, അതേപടി എഴുതി വെച്ചിരിക്കുന്നു. അതിനകത്ത് അതിശയോക്തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള നോവൽ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സാധാരണക്കാരുടെ കഥ. പാഠം നോക്കിക്കോളും. ഓടയിൽ നിന്ന്. സന്ധ്യാസമയം. പാത ജനനിബിഡമായിരുന്നു. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ, പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു.
ഒരു വൈകുന്നേര സമയമാണ്. ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞാൽ ബോട്ടൊക്കെ എടുക്കുന്ന സ്ഥലം. എറണാകുളത്ത് ചെന്നാൽ കാണാം. മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കേട്ടുകേൾവിയെങ്കിലും ഉണ്ടായിരിക്കും, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം രാത്രി ആവാൻ പോവാ, സന്ധ്യാസമയം. പാത ജനനിബിഡമായിരുന്നു. നിബിഡം. കൃഷ്ണത്തിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. കൃഷ്ണജിത്ത്, ആ പീഠത്തിലുണ്ടല്ലോ, എന്നിട്ടിരിക്കുകയാണല്ലോ, അതേപടി ഇരിക്കും. ജനനിബിഡമായിരുന്നു. നിബിഡം. ആയുഷ് വന്നിട്ടുണ്ടോ? ടേൺ ഓഫ് യുവർ വീഡിയോ ഓഫ് ചെയ്യൂ. ആയുഷ് വന്നിട്ടുണ്ടോ? ആ അയ്യാടാ, മലയാളാധ്യാപികയെ കുറിച്ച് ഓർക്കുമ്പോഴേ തന്നെ പേടി വന്ന് ആയുഷ് ഇറങ്ങിപ്പോയിരിക്കും. പാത ജനനിബിഡമായി. നിബിഡം എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് എന്നുള്ള വാക്കിൻ്റെ മലയാളം നിബിഡം. നിബിഡം എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞു വെച്ചാൽ വൈകുന്നേര സമയം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, തലങ്ങും മരങ്ങും വണ്ടികളൊക്കെ പോകുന്നു, ആൾക്കാർ അത്ര തിരക്കുള്ള വെച്ചാൽ ആൾക്കാർ വീട്ടിലേക്ക് പോകും, പണി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊക്കെ സമയം നോക്കിയേ. ജനനിബിഡം. ആ വാക്ക് ജനനിബിഡം എന്നാണ്. ആ ഡായിലേക്ക് നോക്കുക. സാ മറിച്ചിട്ട ഡ വാക്ക് അക്ഷരം പ്രത്യേക ശ്രദ്ധിച്ചോളണം. കാരണം ഈ അടുത്ത കാലത്തായി വാർത്ത വായിക്കുന്നവർ പോലും തെറ്റായി വാക്കുകൾ, സിനിമയിലുമൊക്കെ തെറ്റായി വാക്കുകൾ, മലയാളം വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട്. അക്ഷരത്തെറ്റ്. അക്ഷരം ഉച്ചരിക്കേണ്ട രീതിയിലല്ല ഉച്ചരിക്കുന്നത്. ഇതൊക്കെ കണ്ടു വളരുന്ന നിങ്ങളും അങ്ങനെ തെറ്റായി ഉച്ചരിക്കും. സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാൽ പീഡനത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുകയില്ല. പീഡനം എന്നല്ല ആ വാക്ക്, പീഡനം എന്നാണ്. ഈ ഡായാണ്. അതുപോലെ ജനനിബിഡം എന്നാണ്, ജനനിബിഡം എന്നല്ല. പാഠം വായിക്കാൻ പറയും, കാരണം ഇത് പ്രോസാണ്, ഗദ്യം. അപ്പം അതുകൊണ്ട് പാഠം വായിക്കാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തേ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പാഠം കഴിഞ്ഞ് വീട്ടിൽ നല്ല ഒന്നാന്തരമായിട്ട് ഇത് വായിച്ചോളണം. കാരണം അതിന് ഓറൽ ടെസ്റ്റ് എന്ന് പറയാം. ഓറൽ ടെസ്റ്റ് നിങ്ങൾക്ക് അല്ലാതെ ഓൺലൈൻ ടെസ്റ്റ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് 25 അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ പിന്നാലെ വരും. പാഠം ഒരു ചിത്രമായിരിക്കുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സമയമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സമയം തരും. ഒരാഴ്ച സമയം തന്നിട്ടേ പരീക്ഷ നടത്തുള്ളൂ. അപ്പോൾ തന്നെ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കും എല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്ന രീതിയിലുള്ള പരീക്ഷയാണ്. അത് വരും. ആ പറയൂ. ഏതിന്? ഇതാരാ? ആ ഒന്ന് മോൻ കാണിച്ചു. ആ മോന് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? ആഹാ, 6th ABC ഗ്രൂപ്പിലില്ലേ? ആ എന്നാ അതിനകത്തൊന്ന് കയറി നോക്കണേ. അതിനകത്ത് വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സർവ്വ സാധനങ്ങളും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നേ മക്കൾ. അഭിനന്ദ് ഓഫ് ചെയ്തേ. ഹരിദേവ് ഉണ്ടോ സ്ഥലത്ത്? ആ മോനൊന്ന് ഓൺ ചെയ്തേ. ഹരിദേവ് ഒന്ന് ഓൺ ചെയ്തേ. മോനെ ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ കിട്ടിയോ? ഒരു ചിത്രം എന്ന് പറഞ്ഞ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ മോൻ എഴുതിയോ? ആ മോനെ എവിടെന്നാ അത് കിട്ടിയത്? ആ ഗ്രൂപ്പിൽ നിന്ന്. ആ അഭിനന്ദ് കേൾക്കുന്നുണ്ടല്ലോ മോനെ. അഭിനന്ദ് PS എപ്പോഴേ കഴിഞ്ഞ ആഴ്ചയെ കിട്ടിയിട്ടുണ്ട്. പിള്ളേരെല്ലാം എഴുതി കഴിഞ്ഞു. ഒറ്റയാണോ ഈ ഒരു വീഡിയോ മോനെ? വ്യാകരണവും നോട്ടും ക്ലാസ് വർക്ക് നോട്ടും എല്ലാം ഉണ്ട്. പാത വഴി പുസ്തകത്തിലേക്ക് നോക്കണം എല്ലാവരും. ജനനിബിഡമായിരുന്നു. പാത ജനനിബിഡം നിറയെ ആളുകളാണ്. പ്ലഷർ കാറുകൾ, ബസ്സുകൾ, ജഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ. കണ്ടോ പ്ലഷർ കാർ വെച്ചാൽ ലക്ഷറി കാറുകളുണ്ട്, ഇപ്പോഴും ഉണ്ടത്. ആഡംബര കാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൈസയുള്ള ആൾക്കാരുടെ കാറുകൾ.
ബസ്സുകൾ, ജഡ്ക എന്ന് പറഞ്ഞാൽ കുതിര വലിക്കുന്ന വണ്ടിയാണ്, കുതിരവണ്ടി. ജഡ്കകൾ, കാളവണ്ടികൾ, റിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കയറ്റി വെച്ചാൽ ആള് തന്നെ വലിച്ചോണ്ട് പോകും. എന്തെന്ന് ആളാണ് വെച്ചാൽ ഒരു വണ്ടിയാണ്. ആ വണ്ടി വെച്ചാൽ ഒരാൾ തന്നെ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആളാണ് ആ റിക്ഷ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. അയാൾ ഓടുകയായിരിക്കും. റിക്ഷ ഈ വണ്ടി അത് തന്നെ. ഈ വണ്ടിയും ആ വണ്ടിയിലിരിക്കുന്ന ആളുകളും വസ്തുക്കളും എല്ലാം വലിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനെ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷയുണ്ട്. സൈക്കിൾ ചവിട്ടിയാണ് ആ വണ്ടി കൊണ്ടുപോകുന്നത്. വണ്ടിക്കാരൻ സൈക്കിൾ ചവിട്ടി കൊണ്ടുപോകും. വണ്ടിക്ക് ഭയങ്കര കന. വണ്ടിക്കും വണ്ടിയിലുള്ള ആളുകളും വണ്ടിയിൽ ഇരിക്കുന്ന സാധനങ്ങളും എല്ലാം വേണം വലിച്ചോണ്ടിയോമായി. പുതുമയുടെ യുവത്വവും, പുതുമയുടെ യുവത്വവും പഴമയുടെ ചെറുപ്പക്കാരുണ്ട്. അതിനാണ് ആ പ്രയോഗം. ഇത് നോവലാണ്. നോവലിന്റെ ശൈലി നോക്കിക്കോളൂ. ശൈലി, റൈറ്റിംഗ് സ്റ്റൈൽ. പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും. വയസ്സായി കഴിയുമ്പോൾ എല്ലാം പഴഞ്ചനല്ലേ. അങ്ങനെ വയസ്സായവരുണ്ട്, യുവാക്കളുണ്ട്. വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും. പ്രായമായവർ പതുക്കെ പോവുള്ളൂ. യുവാക്കളാണെങ്കിൽ ഓടിപ്പോവും. പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അത്ര തിരക്കാണ്. എല്ലാ തരം ആളുകളുമുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വയസ്സന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ സന്ധ്യാസമയമാണ്. വളരെ തിരക്കുള്ള വഴി. അവയുടെ ഇടയിൽ കൂടി ജീവിതം കണ്ട കുട്ടികൾ. അവയുടെ ഇടയിൽ കണ്ട പ്രത്യേക ഒരു രചനയാണ്. നോക്കിയേ. അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും വളരെ ആവേശത്തോടു കൂടി പോകുന്ന യുവജനത. പുളച്ചു കയറിയും പതുങ്ങിയും കണ്ട കുട്ടികളെ. പതുങ്ങി പിരിച്ചെഴുതാനുള്ള വാക്കാ. വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ രോഗികൾ അവരൊക്കെ പതുക്കെയല്ലേ പോവുള്ളൂ. പതുങ്ങിയും ചാഞ്ഞും. നോക്കിയോട്ടെ. പതുങ്ങിയും പാഞ്ഞും ചെരിഞ്ഞും ചിരിച്ചും കരഞ്ഞും. അങ്ങനെ വളരെ വേഗത്തിൽ പോകുന്നവരുണ്ട്, പതുക്കെ പോകുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. അങ്ങനെ വെച്ചാൽ ഇത് ഒരു നഗരമാണ്. അതുകൊണ്ടാണ് ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. നടക്കുമല്ല, ഒഴുകിക്കൊണ്ട് വെച്ചാൽ പഴയ അമ്മമാരൊക്കെയാണ് നെല്ലിക്കാക്കൊട്ട മറിച്ചിട്ട് പോലെ എന്ന് പറയും. അതുപോലെ ജനമാണ്, അതുപോലെ ആൾക്കാരാണ്. അതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ നമ്മുടെ കഥാനായകൻ പപ്പുവിന്റെ റിക്ഷ. അപ്പൊ പപ്പുവാണ് ആ റിക്ഷ. താഴെ നോക്കിക്കോളൂ, പടം കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് കിട്ടും. റിക്ഷ, പപ്പുവിന്റെ റിക്ഷ. പാന്തരുടെയും, പാന്തർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ, പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ. പപ്പുവിന്റെ കയ്യിൽ റിക്ഷയുടെ തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടിമിന്നൽ പോലെയാണ് പായൽ. കാരണം യുവാവാണേ. അത്ര എന്ന് തന്നെയല്ല, യുവാവായതിന് മാത്രമല്ല ആ ജോലിയോട് അത്ര ആത്മാർത്ഥത. പപ്പു സത്യസന്ധനാണ്. പപ്പു എന്ന കഥാപാത്രം നുണ പറയുകയില്ല, ജോലിയോട് കള്ളത്തരം കാണിക്കുകയില്ല. ആളുകളോട് തൻ്റെ വണ്ടിയിൽ കയറുന്ന ആളുകളോടും വഴിയിലൂടെ പോകുന്നവരോടും മര്യാദയോട് കൂടി മാത്രമേ പപ്പു ഇടപെടുകയുള്ളൂ. ഇനി ആത്മാഭിമാനമുള്ള, സത്യസന്ധതയുള്ള, തൻ്റെ ജോലിയെക്കുറിച്ച് നല്ല ബോധമുള്ള, ഇനി ആത്മാഭിമാനം കൊണ്ട് കുറച്ച് ധിക്കാരം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ കഥാപാത്രം സത്യനാണ് അവതരിപ്പിച്ചേക്കുന്നത്. നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തലയുയർത്തി ഓടിപ്പോകുന്ന പപ്പുവിൻ്റെ രീതി, ആ വണ്ടി മിന്നൽ വേഗത്തിൽ. കാരണം അത്രയും വേഗതയിലാണ് പപ്പു വണ്ടി ഓടിച്ചു പോകുന്നത്. നോക്കിയേ. മിന്നൽ വേഗത്തിൽ മിന്നൽ എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണ് കേട്ടോ, പോകുന്നുണ്ട്. വലത്ത് കൈ ബെല്ലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഒരു മണിയുണ്ട് വെച്ചാൽ ആൾക്കാർ വഴിമാറാനുള്ളതാണ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കേണ്ടി വരാറില്ല. കാരണം അത്ര സുരക്ഷിതമായാണ് പപ്പു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക. പപ്പു വളരെ ശ്രദ്ധിച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാ. വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഇത് എങ്ങനെയാണ് ഈ മണി പോലും ബെല്ല് പോലും അടിക്കാതെ പപ്പു ഈ ആൾക്കാരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒരപകടവും കൂടാതെ ഈ ഇത്ര വേഗത്തിൽ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്ര മിടുക്കാണ്. ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ട് ആ മിടുക്ക് വരുന്നത്. അത്ര മിടുക്കാണ് പപ്പുവിന്. റിക്ഷയിലിരിക്കുന്നവർക്ക് തോന്നും, റിക്ഷയിലിരിക്കുന്നവർക്ക് എന്ത് തോന്നും, ഇത് എങ്ങനെയാണ് പപ്പു ഈ വളഞ്ഞ് ഓടിച്ചുകൊണ്ട് പോകുന്നത്? ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള തള്ളിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം വരുത്താതെ എന്ന് റിക്ഷയിൽ വണ്ടിയിലിരിക്കുന്നവർക്ക് തോന്നും. അതുപോലെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. വാഹനങ്ങളുമായി, പേജ് നമ്പർ 13, വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടം ഉണ്ടാവുമെന്ന് വഴിപോക്കർക്ക് ഇപ്പം ഇടിക്കും, ഇപ്പം രക്ഷ മറിയും എന്നൊക്കെ വിചാരിക്കും. വഴി നടന്നു പോകുന്നവർക്ക് അങ്ങനെ തോന്നാം. പക്ഷെ ഒരിക്കലും പപ്പു റിക്ഷയുടെ തണ്ട് കയ്യിലെടുത്ത അന്ന് മുതൽ ഇതുവരെ യാതൊരു അപകടം ഉണ്ടായിട്ടില്ല.
റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് കണ്ട. വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന്. തൊട്ടില്ല എന്ന മട്ടാക്കുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി ഡയറക്ഷൻ ഒന്നുമില്ല, ഒരു ലക്ഷ്യമില്ല, അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചു കൊണ്ട് പോകുന്നു. ഇപ്പൊ കയറുന്നു വിചാരിക്കുമ്പോൾ ദേ വളച്ചെടുത്തോണ്ടൊരു പോക്കാം. അതാണ് പപ്പു. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അടിയിൽ വരയ്ക്കൂ. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് തടസ്സം. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടാവും, പരീക്ഷണങ്ങളുണ്ടാവും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം. പ്രശ്നങ്ങളെ ധീരമായി നേരിടണം. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുക. കണ്ട വാക്കുണ്ടോ, ഒരു ശൈലിയാണ്. തരണം ചെയ്യുക, കടന്നു പോവുക. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെ കണ്ട് പേടിച്ചൊളിച്ചിരുന്നാൽ ഒരിക്കലും ആ പ്രശ്നങ്ങൾ തീരുകയില്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി പറയും. ആ ഇതാരാ ടേൺ ഓൺ യുവർ വീഡിയോ? ആ കാണട്ടെ മുഖം. എന്താണ് വായിക്കാത്തത്? ആ പറയും. എന്താ മോളെ? വാക്കല്ല, വാക്യം. അടി വരച്ച മോനെ. പേജ് നമ്പർ 13. പ്രതിബന്ധങ്ങളെ അടി വരയ്ക്കും. പേജ് നമ്പർ 13 ഫസ്റ്റ് പാരഗ്രാഫ് അവസാന ഭാഗം. പ്രതിബന്ധങ്ങളെ കണ്ടോ നോക്കിയേ. പ്രതിബന്ധങ്ങളെ ടേൺ ഓഫ് യുവർ വീഡിയോ. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവന്. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, ആത്മാഭിമാനം, ഏത് പ്രശ്നങ്ങളെയും തനിക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ധൈര്യം, ഇതെല്ലാമായിരുന്നു പപ്പു. കഥാപാത്രത്തെ കിട്ടിയല്ലോ. എങ്ങനെയാണ് കഥാപാത്രം എന്ന് കേശവദേവ് വർണ്ണിച്ചു വെച്ചിരിക്കുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതൊരു പ്രത്യേകതരം കഴിവാണ്. അയാൾ ഒന്നിനെയും പേടിക്കുകയില്ല. എന്ത് സംഭവിച്ചാലും ഇതുവരെ ഒരു അപകടവും അയാളുടെ വണ്ടിയെ കൊണ്ടോ അയാളെ കൊണ്ടോ ആർക്കും ഉണ്ടായിട്ടുമില്ല. ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. കൊട്ടിയെത്തി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനിൽ പോകേണ്ട ആളാണ്. അയാളെയും കൊണ്ട് വേഗം പോകണം, കാരണം ട്രെയിനിൻ്റെ സമയം അടുത്തു. അപ്പോൾ അതുകൊണ്ട് പപ്പുവിൻ്റെ രക്ഷ തന്നെ വിളിച്ചു, കാരണം പപ്പു മിന്നൽ വേഗത്തിൽ അത് എത്തിക്കും. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് കഴിഞ്ഞു. നന്നായിട്ടുണ്ട്. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് കഴിഞ്ഞു. അവിടെ 5 മിനിറ്റേ താമസമുള്ളൂ. 5 മിനിറ്റേ വണ്ടി നിർത്തി. ട്രെയിൻ അധികം പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ കുറച്ചൊരു 10 മിനിറ്റ്, അല്ലാത്തതിലൊക്കെ 5 മിനിറ്റേ ഉള്ളൂ. അവിടെ 5 മിനിറ്റേ താമസമുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ്. ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഒരു 3 മിനിറ്റ് സമയമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. ഇത് സൈക്കിളോ അല്ലെങ്കിൽ വേറെ തരം വണ്ടിയല്ല, ഒരാളാണ് ഓടുന്നതെന്ന് ഓർത്തോണം. എവിടെ ചാർജില്ല? ആർക്കാണ് ചാർജ് ഇല്ലാത്തത്? തനിക്കോ? ചാർജ് ചെയ്യണോ? ചാർജ് ചെയ്യാണ്ട് ആരെങ്കിലും ക്ലാസ്സിൽ കയറിയിരിക്കോ? അപ്പൊ പിന്നെ രക്ഷയില്ല മോനെ. ചാർജ് ചെയ്ത് 100% ചാർജ് ചെയ്യണം. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വാക്ക് കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൽ വെച്ചാൽ അങ്ങനെയാ, പണ്ടൊക്കെ അങ്ങനെയാ. എല്ലാ സാധനങ്ങളും യാത്രക്കാരനെയും കൊണ്ട് ഓടി ചെന്നതിന് ശേഷം യാത്രക്കാരൻ്റെ പെട്ടിയും കിടക്കയും സാധനം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വണ്ടിക്കകത്ത് കയറ്റി വെച്ച് യാത്രക്കാരനെയും ഭദ്രമായിട്ട് ഇരുത്തിയിട്ട് രക്ഷാക്കാരൻ പുറത്തേക്ക് ഇറങ്ങി പോരുള്ളൂ. മനസ്സിലായല്ലോ? അങ്ങനെ വാക്ക് കണ്ടോ എന്ന് വെച്ചാൽ വാഗ്ദാനം, വാക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വണ്ടിയിൽ കയറ്റും, അവിടെ ഇരുത്തിയതിന് ശേഷം മാത്രം താൻ ഇറങ്ങി പോരുള്ളൂ എന്ന് യാത്രക്കാരനോട് പറഞ്ഞു. ധൈര്യമായിട്ട് ഇരുന്നുള്ളൂ ഏമാനെ. അന്നത്തെ ഭാഷയൊക്കെ അത് വലിയ ആളുകളെയൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. സ്ത്രീകളെ കൊച്ചമ്മ എന്നൊക്കെ വിളിക്കും. അപ്പം എന്താണ് അങ്ങനെ. പിന്നെ ക്ഷീണിക്കുന്നവർക്കുള്ള അല്ലടോ വണ്ടി ഓടിക്കല്. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജോലിയോടുള്ള ആത്മാർത്ഥത. പപ്പു എന്ന കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ മിസ്. അത്രമാത്രം ജോലിയോടുള്ള ആത്മാർത്ഥത, മിടുക്ക്, യുവത്വം, ഇതെല്ലാം. പപ്പുവിന്റെ വണ്ടി എന്ന് പറയുന്നത് എന്താണ്, എഴഞ്ഞെഴഞ്ഞ് പോവല്ല, അത് ഓടുകയാണ്. ഏത് വേഗതയിൽ? മിന്നൽ വേഗത്തിൽ. അപ്പൊ പിന്നെ എവിടെയാണോ ക്ഷേമം വന്നത്?
ക്ലാസ് എത്തിക്കാണ്ടിരിക്കണം, ക്ഷീണിക്കൂലേ? വാഗ്ദത്ത, അതുകൊണ്ടാണ് പപ്പുവിനെ കുറിച്ച് ആദ്യം വർണ്ണിച്ചത്. പപ്പുവിന്റെ വണ്ടിയെ കുറിച്ച് മിസ് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാ. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം. വളരെ കുറച്ച് സമയം കഴിഞ്ഞേ ഇതെല്ലാം യൂട്യൂബിൽ കയറുള്ളൂ. കാരണം നിങ്ങൾ ക്ലാസ്സിലുണ്ടാവണം, അതിനുള്ള സംവിധാനം എല്ലാം ഒരുക്കിയിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം വെച്ചാൽ വാക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടി കിട്ടുമോ? എന്നാ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കാൻ വേണ്ടി 5 മിനിറ്റേ ഉള്ളൂ. യാത്രക്കാരൻ ആകെപ്പാടെ, കാരണം ആ വണ്ടി പോകണം, ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണ. വണ്ടി കിട്ടുമോ? യാത്രക്കാരൻ അക്ഷമയോടെ, ക്ഷമയില്ലാതെ ചോദിച്ചു. പപ്പുവിനെ ഇങ്ങനെയുള്ള പപ്പുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് പപ്പുവിന് ഇഷ്ടമല്ല. നോക്കിയേ, പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ്. അയാൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുമോ കിട്ടൂലെന്ന് പറയാൻ സമയമില്ല. അയാൾ ഓടിക്കൊണ്ടിരിക്കുക. കാരണം അയാൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് അയാൾ പാലിക്കും. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? എന്തോന്ന് യാത്രക്കാരൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? ഇത് പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടി എത്തുമോ? പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടി ഓടിയെത്തുമോ അവിടെ? യാത്രക്കാരൻ്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി. സഹിക്കാൻ പറ്റില്ല. വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. എൻ്റെ വണ്ടി പോയതോ. റിക്ഷ പെട്ടെന്ന് നിന്നു. പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു. സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ. പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അടിയിൽ വരയ്ക്ക്. ആ സെന്റൻസിന്റെ അടിയിൽ വരയ്ക്ക്. പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത്, അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത്, അയാൾക്ക് സഹിക്കാവുന്ന തൻ്റെ കഴിവിനെ, താൻ കൊടുത്ത വാക്കിനെ ആളുകൾ ചോദ്യം ചെയ്യുന്നത്, എതിർക്കുന്നത് പപ്പുവിന് ഇഷ്ടമല്ല. പപ്പുവിൻ്റെ സ്വഭാവം വ്യക്തമാക്കി തരുന്ന ഭാഗങ്ങളാണ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറയും. പപ്പു എന്ന കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ പറയും. അപ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണിത്. അയാൾ എന്താ ചോദിച്ചത്? വണ്ടി കിട്ടുമോ? വണ്ടി കിട്ടുമോ മാറ്റി. പിന്നെ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞു വണ്ടി കിട്ടൂലോ. പപ്പുവിന് അസാമാന്യമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പറഞ്ഞു, സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ, ഞാൻ വാക്ക് കൊടുത്തിട്ട് പാലിക്കും എന്ന് തന്നെ പറഞ്ഞു. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് അയാൾ ചോദിച്ച് പറഞ്ഞില്ലേ വണ്ടി കിട്ടുമെന്ന് തോന്നണില്ല. പുറകിലേക്കൊരു തള്ളം കൊടുത്തു റിക്ഷ. എന്നിട്ട് പിന്നെ എടുത്തു. അത് യാത്രക്കാരനുള്ള പണിയാണ്. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടൊന്ന് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി. ഏത്? യാത്രക്കാരൻ. അയാൾ മുമ്പോട്ട് വീണ് കാണുമല്ലോ. അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു. അയ്യോ, ഇയാൾ കാരണമാണ്. എന്ത് ഈ വണ്ടി ഇയാൾ പുറകോട്ടെടുത്തു, വണ്ടിക്കകത്തിരുന്ന ആൾ അയ്യോ എന്ന് പറഞ്ഞു. ദേ നാട്ടുകാരും അയ്യോ എന്ന് പറഞ്ഞു. നോക്കിയേ, അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു. അകലെ നിന്നവർ ഓടി അടുക്കുന്നതും കണ്ടു. അകലെ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ ഓട്ടോറിക്ഷ ഈ വണ്ടിയുടെ റിക്ഷയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുക. അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ചിട്ട് പിറകിലേക്ക് ഓടി ചെന്നു. എന്തോ പറ്റിയിട്ടുണ്ട്? നടന്നു പോകുന്ന ആൾക്കാർ ഓടിക്കൂടണമെങ്കിൽ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആ പുറകോട്ട് തള്ളല്ലേ എന്ത് പറ്റിയെന്ന് നോക്കിയേ. ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ചിട്ട് കിടക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയാ. ഈ റിക്ഷ പുറകിലേക്ക് എടുത്തപ്പോഴേ ആ കുട്ടിയുടെ ദേഹത്ത് തട്ടി. ചെറിയ പെൺകുട്ടിയാണ്, അത് ദേ കിടക്കുന്ന മലർന്നടിച്ചു. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി. പേടിച്ചിട്ട് ദൈവമേ അന്താളിക്കാന്ന് പറയും. പകച്ചു നോക്കി. എൻ്റെ അരിയെല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും വിടഞ്ഞിറങ്ങി. അയ്യോ, എൻ്റെ അരിയെല്ലാം പോയി. അമ്മ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണേ. അരിയെല്ലാം പോയി. റോഡിൽ വീണ് പോയ അരി എങ്ങനെ വാരിയെടുക്കണം? അതിന് ഒത്തിരി അരിയൊന്നുമില്ല. അത് ഇപ്പോൾ വരും. റോഡിൽ വീണെടുക്കുക. ആ അരി വൈകുന്നേരം വെക്കാനുള്ള കഞ്ഞിക്കുള്ള കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി കുറച്ച് മതി. അതിനുള്ള അരിയാണ്. നോക്കിയേ, ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. വാരി പ്ലസ് എടുത്തു. സന്ധിക്കുള്ളതാണിത്. ഇത് പിരിച്ചെഴുതാനുള്ളതാണ് കേട്ടോ. പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി. പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. എൻ്റെ അരിയെല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്ന് പിടഞ്ഞിറങ്ങി. അയാൾ വേഗം താഴെ പോയ കുട്ടി വെച്ച പപ്പുവിൻ്റെ റിക്ഷ മുട്ടി. ആദ്യമായിട്ടാണ് ഒരപകടം ഉണ്ടാവുന്നത്. അത് ഇയാൾ കാരണമാണ്, വണ്ടിക്കകത്ത് യാത്രക്കാരൻ കാരണം. ആദ്യമായിട്ട് നമ്മൾ കണ്ടല്ലോ, വളഞ്ഞും പുളഞ്ഞും ആളുകളുടെ ഇടയിലൂടെ അങ്ങനെ വെട്ടിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പ്രത്യേകമായ കഴിവുണ്ട് പപ്പുവിന്. ദേ ആദ്യമായി പപ്പുവിൻ്റെ റിക്ഷ ഒരു പെൺകുട്ടിയുടെ ദേഹം തട്ടിയിരിക്കുന്നു. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ
ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു ചിൽഡ്രൻ. സി യു അഗെയിൻ. പാഠം വായിക്കണം. പഠിപ്പിച്ച അത്രയും പാഠഭാഗം വായിക്കണം. താങ്ക് യു ചിൽഡ്രൻ.